മാന്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ നിറങ്ങുന്നതെന്ന് ദൈവത്തിൽ പ്രത്യാശ വെക്ക. അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയാഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. നീ എന്നെ മറന്നത് എന്ന് ശത്രുവിന്റെ ഉപദ്രവഹേതുവായി ഞാൻ ദുഃഖിച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. അടുത്ത വാക്കി ചേർന്ന് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്റെ ആത്മാവെ, ദൈവത്തെ അവിടെ ഞങ്ങളെ സഹായിക്കണമേ, അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ, അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ ശക്തിയും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളൊക്കെയും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ. നിന്റെ വചനത്തിൽ നിന്ന് കർത്താവെ സംസാരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ശക്തിക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ പോലുകളും സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും സർവ്വാധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളായ ഒരുമിച്ച് ശാസിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് ദൈവസന്നിധിയിരിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ വേദിയിൽ ഉപുഷ്ടനായിരിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവചനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ തക്കവണ്ണം സ്വർഗസ്നായ ദൈവം ഒരുക്കിയ വലിയ കൃപകളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നമ്മുടെ സെൻറ്ററിൻ്റെ മാസയോഗം അനുഗ്രഹപരമായി നടക്കുവാൻ ആയിരുന്നല്ലോ. ഏഴാകുന്നതിന് കടന്നു വരുവാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. ഒരു പ്രത്യേക മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിന് എനിക്ക് വരുവാനായിട്ട് സാധിച്ചില്ല. വളരെ ഭംഗിയായി നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. കർത്താവ് നമ്മളൊക്കെ സഹായിച്ച അവിടുത്തെ വലിയ കൃപകളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്നീ പ്രഭാതത്തിൽ സങ്കീർത്തനം 42 സങ്കീർത്തനമാണ് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ചുരുക്കം ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഭരമേൽപ്പിച്ച ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഇതിൻ്റെ തലക്കെട്ട് നാം പഠിക്കുമ്പോൾ സംഗീത പ്രമാണിക്ക് കോരപുത്രന്മാരുടെ ഒരു ധ്യാനമായിട്ടാണ് ഇതിൻ്റെ തലക്കെട്ടിൽ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് ഇതിൻ്റെ 1-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കുവാനിടയായിത്തീരുന്നു. ഒരു ദൈവവൈതലിനോടുള്ള ബന്ധത്തിൽ, ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ സഭയോടുള്ള ബന്ധത്തിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഉണ്ടാകേണ്ട ഒരു വാഞ്ചയാണ് ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ ആത്മാവ് ആരോട് ചേരുവാൻ കാക്ഷിക്കുന്നു?
ദൈവത്തോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഒന്നുകൂടി ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് ചേരുവാൻ കാക്ഷിക്കുന്നു, ദൈവവചനത്തോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഓരോ ദിവസവും അത് ഒരു മാനിനെ സംബന്ധിച്ചിടത്തോളം ആ വനപ്രദേശത്ത് മാനായിരിക്കുമ്പോൾ അത് വെള്ളമില്ലാതെ അത് ദാഹിച്ചിരിക്കുമ്പോൾ അത് വെള്ളം കുടിക്കുവാനായിട്ട് അരുവി തേടി കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും, അത് വെള്ളം കുടിക്കുവാനായിട്ട് വളരെ സൂക്ഷ്മതയോടെ വരുമ്പോൾ ഒരുപക്ഷെ മുതലകൾ അതിനെ റാഞ്ചിക്കൊണ്ടു പോകുന്ന അവസ്ഥ നമുക്ക് കാണാം. വളരെ ശ്രദ്ധയോടെയാണ് അതിങ്ങനെ കുടിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ശ്രദ്ധ, ആ ഒരു ആകാംക്ഷ അതിനുള്ളതുപോലെ ഒരു ദൈവവൈദ്യനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാൻ, കർത്താവിൻ്റെ വചനം ജീവിതത്തിലേക്ക് പ്രാവർത്തികമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവൻ്റെ ഹൃദയം ഓരോ ദിവസവും അത് കാംക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. സ്തോത്രം. ഒരു ദൈവവൈദ്യനോടുള്ള ബന്ധത്തിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു ദാഹം ഉണ്ടാകുവാനിടയായിത്തീരണം, ഒരു വാഞ്ച ഉണ്ടാകുവാനായിട്ടിടയായിത്തീരണം. എന്തിനോടുള്ള വാഞ്ചയാണ്? ഈ ലൗകിക മോഹത്തിനോടുള്ള വാഞ്ചയല്ല, ഈ ലോകത്തിലുള്ള സമ്പത്തിനോടുള്ള വാഞ്ചയല്ല, ഈ ലോകത്തിലുള്ള വസ്തുവിനോടുള്ള വാഞ്ചയല്ല, മറിച്ച് അവൻ്റെ അകത്തുള്ള വാഞ്ച എന്നുള്ളത് ദൈവവചനത്തിനോടുള്ള വാഞ്ചയാണ്. ഹല്ലേലൂയ. എന്താണ് അവന്റെ വാഞ്ച? ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനായിട്ടിടയായിത്തീരും. പലവിധമാകുന്ന പ്രയാസങ്ങള്, പ്രതിസന്ധികള്, ദുഃഖങ്ങള്, രോഗങ്ങള്, ഇതൊക്കെ നിന്റെ ജീവിതത്തിന്റെ അകത്തുണ്ട്. ക്രിസ്തുവിനോട് അടുത്തു വരുവാൻ കഴിയാതെ വണ്ണം ശാരീരിക പ്രയാസങ്ങൾ, ഒരുപക്ഷെ ദേശത്തു നിന്നും, അത് നിന്റെ കുടുംബത്തിൽ നിന്നും, വ്യക്തികളിൽ നിന്നും ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളൊക്കെയും നിന്നെ അകറ്റിക്കളയുവാനായിട്ട് ഇടയായിത്തീരുമെങ്കിലും അതേ ഈ സംഗീതക്കാരൻ പ്രകാരം പറയുകയാണ്, എപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ചെല്ലുവാനായിട്ടിടയായിത്തീരും. ആ ഒരു ഏതു സന്ദർഭത്തിലും ദൈവസന്നിധിയിൽ ചെല്ലുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു വാഞ്ച ഉണ്ടാകണം. എന്നെ ഏൽപ്പിച്ച ചിന്തയിലേക്ക് ഞാൻ പെട്ടെന്ന് കടന്നു പോകട്ടെ. അതിൻ്റെ 6-ാമത്തെ വാക്യം ഓടിച്ചു വായിക്കാം. 6-ാമത്തെ വാക്യം, എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ഓർക്കുകയാണ്. സ്തോത്രം. ഇവിടെ ആത്മാവ് വിഷാദിച്ച് ഭാരപ്പെട്ട് ഇരിക്കുന്ന ആ വേളകളിൽ അതെ അവൻ ഓർക്കുകയാണ്. ആരെ ഓർക്കുകയാണ്? അതെ, അവൻ്റെ പ്രാണനാഥനെ ഓർക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും അതേ ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. പർവ്വതസമമായ പ്രയാസങ്ങൾ, പർവ്വതസമമായ പ്രതിസന്ധികൾ, അതേ ഹല്ലേലൂയ, കൊടുമുടികളുടെ മധ്യത്തിലും അതേ എനിക്ക് വാഞ്ചയുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അവിടുത്തെ ഓർക്കുകയാണ്. അവിടുത്തെ പ്രവൃത്തികൾ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ജീവിതത്തിൽ, കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ അങ്ങനെ ജീവിതത്തിൽ ചെയ്ത, അങ്ങനെ ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളെ ഞാൻ ഓർക്കുകയാണ്. ഇന്നും പ്രവർത്തിക്കുവാൻ അവിടുത്തെ കരം കുറുകിയിട്ടില്ല എന്ന് ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇതവൻ ഓർക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. മതി. ഇവിടെ നമ്മൾ കാണുവാനായിട്ടിടയായിത്തീരുന്നു, അവനോട് കൂടെ പന്തിരുവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹേരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസിയുടെ ഭാര്യ യോഹന്നെയും ശൂശന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് തരുന്നു. ഇവിടെ ഇന്നത്തെ എൻ്റെ ചെറിയ ചിന്താവിഷയം,
മഗ്ദലക്കാരത്തി മറിയെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ ചെറിയ ചിന്താവിഷയം. എൻ്റെ ഹൃദയത്തിലേക്ക് തന്ന ആ ചിന്തകളെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനായിട്ട് ക്രിസ്തുവിൽ ശരണപ്പെടുന്നത്. ഇവിടെ ഈ മറിയ നമുക്ക് കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിൽ എത്ര മറിയമാരുണ്ട്? പുതിയ നിയമത്തിൽ എത്ര മറിയമാരുണ്ട്? നമ്മളെല്ലാവരും സൺഡേ സ്കൂൾ പഠിക്കുന്നവരാണ്, അധ്യാപകന്മാർ ഇവിടെയുണ്ട്. പുതിയ നിയമത്തിൽ എത്ര മറിയമാരുണ്ട്? 3. എത്ര? 2. ഓക്കെ, നമുക്ക് എടുക്കാം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്, അതൊന്നും ക്ലാസ്സിലേക്കൊന്നും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഓടിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് ലാസ്റ്റ് കൗണ്ട് ചെയ്തിട്ട് പറയാം. ഒന്നാമത്തെ മേരി അല്ലെങ്കിൽ മറിയ എന്നുള്ളത് യേശുവിൻ്റെ അമ്മയാണ്. അതിൻ്റെ റെഫറൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. മത്തായി 1:16, 18, 20 വാക്യങ്ങൾ. അതുപോലെ തന്നെ 2:11, 13:55, അങ്ങനെ മർക്കോസ്, ലൂക്കോസ് ഒക്കെയും നമുക്ക് യേശുവിൻ്റെ അമ്മയായ മറിയെ പറ്റി കാണുവാനായിട്ട് സാധിക്കുന്നു. 2 മേരി മഗ്ദലിനാണ്. മേരി മഗ്ദലിൻ മത്തായി 27:56, 61, മർക്കോസ് 15:40 അതുപോലെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒത്തിരിയധികം റെഫറൻസ് ഉണ്ട്. അത് പറഞ്ഞ് മുന്നോട്ട് പോകാൻ സമയം കളയുവാനായിട്ടില്ല. നിങ്ങൾക്ക് തപ്പിയാൽ അത് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. മേരി മഗ്ദലിൻ. 3ാമത് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1, 2, 19, 20, 28 എന്നീ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ബഥാനിയയിലെ മേരിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, മരിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അടുത്തത് 4ാമതായിട്ട് നാം വചനത്തിലേക്ക് ചെല്ലുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ മർത്തയുടെ സഹോദരിയായ ഒരു മരിയെ കാണുവാൻ സാധിക്കുന്നു. അടുത്തത് യോഹന്നാൻ 19:25 ഈ വാക്യങ്ങളിൽ ക്ലോപ്പസിലെ മേരി അല്ലെങ്കിൽ ക്ലോപ്പസിലെ മരിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് ഇവിടെ ജെയിംസിൻ്റെ അമ്മ മറിയം എന്ന രീതിയിലും ഇവരെ അറിയപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അടുത്തതായിട്ട് നാം പോകുമ്പോൾ മത്തായിയുടെ സുവിശേഷം 27:56, മർക്കോസിന്റെ 15:40 വാക്യം. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ മേരി ജെയിംസിൻ്റെയും ജോസഫിൻ്റെയും ജോസിൻ്റെ അമ്മ എന്ന രീതിയിലും നമുക്ക് ഇവിടെ പഠിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അടുത്തതായിട്ട് ജോൺ മാർക്കിൻ്റെ അമ്മ മരിയ, ജോൺ മാർക്കിൻ്റെ അമ്മ. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 12-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് റോമാലേഖനം 16-ാമത്തെ വാക്യത്തിൽ ഒരു മേരിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതൊന്നും പറഞ്ഞപ്പോൾ ക്ലാസ്സിലേക്ക് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കത്തിലേക്ക് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. 7-8 മരിയകൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണുമ്പോൾ നമുക്ക് പഠിക്കുവാനിടയായി തീർന്നുണ്ട്. എന്നാൽ ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ സങ്കീർത്തനത്തിനോടനുബന്ധിച്ച് മഗ്ദലക്കാരത്തി മറിയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിൻ്റെ 2ാമത്തെ വാക്യത്തിൽ ഈ മേരിയെ പറ്റി ഇവിടെ പറയുന്നത് ഇവൾക്ക് 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയ. അപ്പോൾ ഇവളുടെ പശ്ചാത്തലം എന്താണ്? ഇവൾക്ക് 7 ഭൂതങ്ങൾ ഇവളുടെ ശരീരത്തിലുണ്ടായിരുന്നു. അത് ഈ ഭൂതങ്ങൾ എങ്ങനെയാണ് വിട്ടുപോയത്? കർത്താവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിനോടുള്ള ബന്ധത്തിലാണ് ഈ ഭൂതങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇവളുടെ ശരീരത്തിൽ നിന്നും അകന്നുപോയത്. അപ്പോൾ യേശു ക്രിസ്തു അത്യധികമായി ഇവളെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം അതിന് 25-ാമത്തെ വാക്യം ഓടിച്ച് വായിക്കാം. യോഹന്നാൻ 19:25 വാക്യം. യോഹന്നാൻ 19:25. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലേയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. സ്തോത്രം. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ നമുക്കവിടെ 2 മറിയമാരെ കാണുന്നുണ്ട്. ഈ 2 മറിയമാരും എവിടെയാണ് നിൽക്കുന്നത്? യേശുവിന്റെ ക്രൂശിനരികെ നിൽക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ അത്യധികമായി ഇവർ സ്നേഹിച്ചു. യേശുവിനെ അത്യധികമായി ഇവരുടെ ജീവിതത്തിലേക്ക് ഇവർ സ്നേഹിക്കുവാനിടയായി തീർന്നു. ഈ യേശുവിനെ അതേ
ക്രൂശിച്ചപ്പോൾ ഇവർ യേശുവിന്റെ ക്രൂശിന്റെ അരികെ നിൽക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ യേശുവിനോട് പറ്റി ചേർന്ന് ഇവർ നിൽക്കുകയാണ്. അപ്പോൾ ക്രൂശിന്റെ അരികെ നിൽക്കുന്ന മറിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കുന്നവരൊക്കെ നമ്മളെ വിട്ട് കടന്നു പോകും. എന്നാൽ ഇവിടെ സംഭവിച്ചത് അങ്ങനെയല്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ യേശുവിനെ ക്രൂശിച്ചപ്പോൾ ഇവർ ചേർന്ന് യേശുവിനോട് ചേർന്ന് നിൽക്കുകയാണ്. യേശുവിനെ വിട്ടുപിരിയുവാൻ ഇവർക്ക് സാധ്യമല്ല. യേശുവിനെ ഇവർക്ക് തള്ളിക്കളയുവാൻ സാധ്യമല്ല. യേശുവിനെ പറ്റി മുറുകെ പിടിച്ച് ഇവർ നിൽക്കുകയാണ്. എൻ്റെ യേശുവിന് എന്ത് സംഭവിക്കും, എൻ്റെ യേശുവിന്റെ അവസ്ഥ എന്താകുമെന്നൊക്കെ ഇവരുടെ ഹൃദയത്തിന്റെ അകത്ത് വളരെ വിഷാദത്തോടെ ഇവർ ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലൂക്കോസ് 23:26 വാക്യം. ലൂക്കോസ് 23:26 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ലൂക്കോസ് 23:26 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശു ക്രിസ്തുവിനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്നൊരു കുറേനക്കാരനെ അവർ പിടിച്ചു യേശുവിന്റെ ക്രൂശ് എന്ത് ചെയ്തു? ചുമപ്പിച്ചു. യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ചുമപ്പാൻ വളരെ ഹീനജാതിയിൽ നിന്നുമായ ഒരു കുറേന ശീമോനെ പിടിച്ചവർ ഏൽപ്പിക്കുവാനിടയായിരുന്നു. ഭാവിയിൽ വചനം പഠിക്കുമ്പോൾ ഈ ശീമോന്റെ മക്കളൊക്കെയും വളരെ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീർന്നു. പ്രിയമുള്ള ദൈവത്തിന്റെ പൈതല്, ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് കുറേനക്കാരനായ ശീമോൻ ചുമന്നെങ്കിൽ അവന്റെ ജീവിതം അടിമുടി മാറി അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് നീങ്ങിയെങ്കിൽ ഇന്നീ മണിക്കൂറിൽ നീ യേശുവിന്റെ ക്രൂശ് ചുമക്കുവാൻ തീരുമാനിച്ച് ഇറങ്ങിത്തിരിച്ച ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ സർവശക്തനായി നമ്മോട് കൂടെയുണ്ട്. ഒരുപക്ഷെ സമൂഹം, ദേശം, ചില വ്യക്തികൾ നിനക്ക് ഈ ലോകത്തിൽ ഒരു വില തരാതെ നിന്നെ തള്ളിക്കളഞ്ഞ് മാറ്റിവിട്ട അനുഭവത്തിൽ നീ യേശുവിന്റെ ക്രൂശ് ചുമപ്പാൻ ഇറങ്ങി തിരിച്ച വ്യക്തിയാണോ? ഇത് ഈ മണിക്കൂർ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. ഏതെല്ലാം വ്യക്തികളും ഏതെല്ലാം സമൂഹം നിന്നെ എന്തെല്ലാം മാടി വിളിച്ചാലോ, നിന്നെ തള്ളിക്കളഞ്ഞാലോ, നിന്നെ തേജോമതം ചെയ്താലോ, നിന്നെ മാനിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ യേശു സർവശക്തനായി നമ്മോട് കൂടെയുണ്ട്. നിന്നെ അടിമൂടി മാറ്റി വിരിച്ച് ദേശത്തിൽ നിന്നെ മാനിക്കുവാൻ, സമൂഹത്തിൽ നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ നിന്നെ മാനിക്കുവാൻ ദൈവശക്തനായി നമ്മോട് കൂടെയുണ്ട്. കുറേനക്കാരനായ ശീമോന് സമൂഹത്തിൽ ഒരു വിലയില്ല, അവൻ വളരെ ഹീനനാണ് എന്ന സമൂഹം കണ്ടെങ്കിൽ അവൻ ക്രൂശ് ചുമന്നത് കൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ള ദൈവമൈതലേ, നീ ഈ പുസ്തകം ചുമക്കുവാൻ ഇറങ്ങി തിരിച്ചെങ്കിൽ, നീ ഈ പുസ്തകം പിടിച്ചാണോ ഇറങ്ങി തിരിച്ചത്, നിന്റെ സമൂഹത്തിൽ നീ ഒറ്റപ്പെട്ടിരിക്കുക, നിന്നെ വ്യക്തികൾ ഒറ്റപ്പെടുത്തിയിരിക്കുക. പക്ഷേ ദൈവം നിന്നെ മാനിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുക. മർക്കോസ് 16-ന്റെ 3-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ഇവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറേ കണ്ടോണം. ഇവിടെ എഴുതിയിരിക്കുന്നത് 1-ാമത്തെ വാക്യത്തിൽ ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദല കാര്യത്തിൽ മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമിയും ചെന്ന് അവനെ പൂശേണ്ടതിന് സ്വർഗ്ഗ വർഗം വാങ്ങി ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് അവരെന്ത് ചെയ്തു? കല്ലറയ്ക്കൽ ചെന്നു. ഈ 2 മറിയമാരും കൂടെ എന്ത് ചെയ്തു? കല്ലറയ്ക്കൽ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തിനാണ്? യേശുവിനെ കാണുവാൻ വേണ്ടി. സ്തോത്രം. യേശുവിനെ സുഗന്ധവർഗം പൂശുവാൻ വേണ്ടി ഇവർ വളരെ ആഗ്രഹത്തോടെ ചെല്ലുകയാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാനിടയായിരുന്നു, അവർ അവിടെ എത്തിയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? കല്ലറയുടെ വാതിക്കൽ എന്തിരിക്കുന്നു? തുറന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ
ആ മറിയുടെ ഹൃദയത്തിൻ്റെ അകത്ത് വലിയൊരു ചോദ്യം ഉന്നയിക്കുകയാണ്. എന്താണ് ആ ചോദ്യം? ആരാണ് യേശുവിനെ കൊണ്ടുപോയത്? സ്തോത്രം. എടാ, കഴിഞ്ഞ ദിവസമാണ് അവിടെ കൊണ്ടുവച്ചത്. സ്തോത്രം. എവിടെ പോയി? ആരെൻ്റെ യേശുവിനെ കട്ടുകൊണ്ടുപോയി എന്ന് അവളുടെ ഹൃദയത്തിൻ്റെ അകത്ത് വലിയ ചോദ്യം ഉന്നയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ കാണുവാനായിട്ട് ഇടയായി തീരുന്നില്ല. വലിയ ചോദ്യത്തിൻ്റെ മുമ്പിലാണ് അവർ നിൽക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടിക്കളയുമെന്ന് ആർ തമ്മിൽ പറഞ്ഞു. എന്നിട്ട് അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രചോദിപ്പിച്ച ഒരു ദൈവിക ആലോചന നിങ്ങളോട് പങ്കുവെക്കട്ടെ. നിന്റെ ഹൃദയത്തിന്റെ അകത്ത്, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നിങ്ങൾ ഒരുപക്ഷെ ആരും കേൾക്കാതെ തമ്മിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ. സ്വർഗം അത് കേട്ടിട്ട് നിനക്ക് മുമ്പ് തന്നെ അവൻ ഇറങ്ങി വന്ന് അതിൻ്റെ അകത്തൊരു പ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഒരുപക്ഷെ നിന്റെ ശക്തിയാൽ, നിന്റെ അത് പവറിനാൽ നിനക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത വലിയ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും രോഗത്തിന്റെയും ദുഃഖത്തിന്റെയും മണ്ഡലത്തിലായിരിക്കാം നീ ആയിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ പറയട്ടെ, നിന്നിലും ശക്തനായവൻ, നിന്നിലും പ്രബലനായവൻ നിന്നോട് കൂടെയുണ്ട്. അവൻ നിനക്ക് മുമ്പ് ഇറങ്ങിച്ചെന്ന് ഹല്ലേലൂയ അന്ധകാരങ്ങളെ നീക്കി, ഹല്ലേലൂയ റോമ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ച് കാവൽ ഭടന്മാർക്ക് അന്ധത വരുത്തി. അതേ യേശു ക്രിസ്തു 3 നാൾ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നിന്റെ പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ സർവശക്തനായി നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ അകത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കും? എന്നെ കൊണ്ട് ഇതിന് കഴിയുകയില്ല, അത് എന്നെ കൊണ്ട് ഇതിന് ശക്തിയില്ല, എനിക്കിതിന് കൃപയില്ല, എന്നെ കൊണ്ട് ഒന്നിനും കഴിയുകയില്ല എന്ന് നീ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ചിന്തിക്കുമ്പോൾ, അതേ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ, അതേ നീ പറയുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സർവശക്തനായി നമ്മോട് കൂടെയുണ്ട്. കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നീ ഒരുപക്ഷെ നീ തമ്മിൽ പറഞ്ഞിട്ട് നടക്കാത്ത ചില കാര്യങ്ങൾ നിന്റെ മുമ്പിലുണ്ടായിരിക്കാം. എന്നാൽ ഈ മുന്നിലുള്ള ദിവസങ്ങളിൽ, അതേ ഹല്ലേലൂയ, ഈ വർഷം തീരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ദൈവപ്രവൃത്തി നിന്റെ അകത്ത് വെളിപ്പെടുത്തി ദൈവം നിന്നെ മാനിക്കുവാൻ, ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ അവൻ സർവശക്തനായി നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതിന് അനേക പശ്ചാത്തലങ്ങളുണ്ട്. നാം ഈ വിഷയം നമ്മൾ ഗാഢമായി ചിന്തിക്കുമ്പോൾ ഇതിന് അനേക പശ്ചാത്തലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് ഏറ്റവും വലിയതായിരുന്നു. അവർ കല്ലറയ്ക്ക് കിടന്നപ്പോൾ വെള്ള നിലയെങ്കിൽ ധരിച്ച ഒരു ബാല്യക്കാരൻ വലത്തു ഭാഗത്തിരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അവൻ അവരോട് ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസറനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെയില്ല. Praise the Lord. Hallelujah. യേശുവിനെ വെച്ച് അതേ അടക്കിയ കല്ലറ ഏറ്റവും വലിയ കല്ല് വെച്ച് അവർ മൂടിയെങ്കിൽ അത് ആ കല്ല് വരെയും അത് നീക്കി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയായി തീർന്നു. ഇനി പ്രഭാതത്തിൽ ഒരു മർമ്മം വിളിച്ചു പറയട്ടെ, നമ്മുടെ കർത്താവായ യേശു ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയായി തീർന്നു. മാനവജാതിയുടെ പാപത്തിന് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു അതേ അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇനിയും രണ്ടാമതും വരുവാനായിട്ടിടയായി തീരും. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരം പ്രാപിക്കും. ഈ കർത്താവിനെ വിശ്വസിക്കുന്ന, ഈ കർത്താവിൽ വിശ്വസിക്കുന്ന, ഈ കർത്താവിൽ വിശ്വസിച്ച് വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിക്കുന്ന ദൈവസഭ അവന്റെ വരവെങ്കിൽ ഉയർക്കപ്പെടുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഒരു കാര്യം ശക്തമായി വിളിച്ചു പറയട്ടെ, ഏത് വലിയ വിഷയമാണെങ്കിലും, ഏത് വലിയ പ്രയാസമാണെങ്കിലും, ഏത് വലിയ പ്രതിസന്ധിയാണെങ്കിലും, അതിന്റെ വിഷയത്തിന്റെ മധ്യത്തിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ അവൻ സർവശക്തനായി നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതേ മറിയയ്ക്ക് ഒരുപക്ഷെ അവളുടെ സ്വന്തം ശക്തിയാൽ അത് ഉരുട്ടി നീക്കുവാൻ കഴിയുകയില്ല. അതേ കാരണം അവർ 2 സ്ത്രീകളാണ്.
അവരുടെ സ്വന്തം ശക്തിയാൽ ഒരിക്കലും അത് സാധ്യമല്ല. എന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ അത് സാധ്യമായി തീരുവാനിടയിൽ തീർന്നു. ഈ പ്രഭാതത്തിൽ ഒരാത്മീയ മർമ്മം ഞാൻ വിളിച്ചു പറയട്ടെ. നിന്റെ സ്വന്തം ശക്തിയാൽ നിനക്ക് കഴിയുവാൻ സാധിക്കാത്തത് പലതും അതേ ഈ പുതിയ വർഷത്തിൽ, അതേ ഈ പുതിയ മണിക്കൂറുകളിൽ ദൈവം നിനക്ക് നൽകി തന്ന്, ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ, ദൈവം നിന്നെ മാനിപ്പാൻ അവൻ സർവശക്തനായി നമ്മോട് കൂടെയുണ്ട്. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് വ്യാകുലപ്പെട്ട് ചിന്തിച്ച ഭാരപ്പെട്ട ചില വിഷയങ്ങൾ, എനിക്ക് വേണ്ടി ആർ ഇറങ്ങി വരും, എനിക്ക് വേണ്ടി ആർ പ്രവർത്തിക്കുമെന്ന് നീ ചിന്തിച്ച മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ മണിക്കൂറിൽ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ സർവശക്തനായി നമ്മോട് കൂടെയുണ്ട്. ലോകം ഒരുപക്ഷെ ചോദ്യചിഹ്നമായി നിന്റെ മുമ്പിൽ നിൽക്കട്ടെ, സമൂഹം ചോദ്യചിഹ്നമായി നിന്റെ മുമ്പിൽ നിൽക്കട്ടെ, പക്ഷെ ദൈവം അതേ നിന്നോട് കൂടെ ഇരുന്ന് അവൻ പ്രവർത്തിപ്പാൻ ശക്തനായി നമ്മോട് കൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 20-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. യോഹന്നാൻ 20:11. എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. കരയുന്നതിനിടയിൽ അവർ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. കണ്ടു. അവർ അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ന് ചോദിച്ചു. കാരണം യേശുവിനെ കാണാനില്ല, അവർ കരയുകയാണ്. ഹല്ലേലൂയ. കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മറിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാരണം യേശുവിനെ കാണാനില്ല. കാരണം അവർ അത്രയ്ക്കും ആത്മാർത്ഥമായി സ്നേഹിച്ച, അത്രയ്ക്കും ഹൃദയത്തിന്റെ അകത്ത് ആത്മാർത്ഥമായി അത് മുറുകെ പിടിച്ച് അവർ യേശുവിനെ കാണാനില്ല. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 2:44 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവർ തപ്പുകയാണ്. എവിടേക്കാണ് തപ്പുന്നത്? ലൂക്കോസ് 2:44. ലൂക്കോസ് 2:44 വാക്യം. കണ്ടോണം, ഇവിടെ അവർ യേശുവിനെ പല രീതിയിൽ അന്വേഷിക്കുവാനിടയായിത്തീരുന്നു. യേശുവിനെ കാണാതെ വരുമ്പോൾ അതെ അവർ പരിചയക്കാരുടെ ഇടയിൽ അന്വേഷിക്കുന്നു, അതെ സഹയാത്രക്കാരുടെ ഇടയിൽ അന്വേഷിക്കുന്നു, കുടുംബക്കാരുടെ ഇടയിൽ അന്വേഷിക്കുന്നു, പല രീതിയിൽ അന്വേഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2:1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് അറിഞ്ഞപ്പോൾ അതെ അവനെ അന്വേഷിച്ചിട്ട് യേശുവിനെ തകർക്കുവാൻ വേണ്ടി അതെ ഹേരോദാവ് പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തി. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഹേരോദാവിന് യേശുവിനെ തകർക്കുവാനായിട്ട് ഇടയായി തീർന്നില്ല. ഹേരോദാവിന് യേശുവിനെ നശിപ്പിക്കുവാനായിട്ട് സാധിച്ചില്ല. കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ സർവവ്യാപിയായ ദൈവമാണ്. സകല ഹൃദയങ്ങളുടെയും നിലവുകളെയും ആരായുന്ന ദൈവത്തെ നശിപ്പിക്കുവാൻ ഈ ലോകത്തിലെ ഒരു പ്രപഞ്ച ശക്തിക്ക് സാധ്യമല്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ യേശുവിനെയാണ് ഞാനും നീയും ആരാധിക്കുന്നത്, ആ യേശുവിനെയാണ് ഞാനും നീയും സേവിക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരാത്മീയ മർമ്മം വിളിച്ചു പറയട്ടെ, ഞാനും നീയും സേവിക്കുന്ന, ഞാനും നീയും വിളിക്കുന്ന ആ യേശുവിന്റെ നാമത്തെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു പ്രപഞ്ച ശക്തിക്ക് സാധ്യമല്ല എന്നുള്ള ഒരു മർമ്മം നമ്മൾ അതിശക്തമായി അറിഞ്ഞിരിക്കണം. കാരണം ഫിലിപ്പിയർ പ്രകാരം എഴുതിയിരിക്കുന്നു, എല്ലാ നാവും യേശു കർത്താവ് അതേ ഹല്ലേലൂയ യേശുവാണെന്ന് വിളിച്ചു പറയും. എല്ലാ മുട്ടും അവന്റെ മുമ്പിൽ മടങ്ങുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് അവിടെ ഏറ്റുപറയും. പ്രിയമുള്ളവരെ, യേശുവിനെ തകർക്കുവാൻ, യേശുവിനെ ഇല്ലാതാക്കുവാൻ ഈ ലോകത്തിലെ ഒരു പ്രപഞ്ച ശക്തിക്കും സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ ഓടിച്ച് വായിക്കാം. ഇത് പറഞ്ഞിട്ട് അവൻ പിന്നോക്കം തിരിഞ്ഞു. യേശു നിൽക്കുന്നത് കണ്ടു. കണ്ടോണോ? ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ ആരെ കണ്ടു? യേശുവിനെ കണ്ടു. സ്തോത്രം. പക്ഷെ എന്ത് ചെയ്തില്ല? യേശുവാണെന്ന് അറിയാനായിട്ട് മനസ്സിലായില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇനി യേശു എവിടെയാണ്, എവിടെ ഉണ്ടാകുമെന്നൊന്നും അറിയത്തില്ല.
ഒന്നും കൂടി ആത്മീയമായി ഇറങ്ങി പറയുകയാണെങ്കിൽ അവളുടെ ദർശനം മങ്ങുവാനായിട്ടിടയായി തോന്നുന്നു. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ സഞ്ചരിച്ചപ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ പോയപ്പോൾ അവൾക്കുണ്ടായ ദർശനം യേശുക്രിസ്തു അതെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് അവൾക്ക് മങ്ങിപ്പോകുവാനായിട്ടിടയായി തീർന്നു. ഒന്നും കൂടെ ആത്മീയമായി ഇറങ്ങി പറയുകയാണെങ്കിൽ, നാം ദൈവവചനത്തിൽ നിന്നും അന്യപ്പെട്ടു പോയാൽ, നാം ദൈവീക പാതയിൽ നിന്നും ഇല്ലാതായാൽ നമ്മുടെ ദർശനം മങ്ങിപ്പോകുവാനായിട്ടിടയായി തീരും. സ്തോത്രം. നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകൾ ഇല്ലാതാകുവാനായിട്ടിടയായി തീരും. അതെ, അവൾ യേശുവാണെന്ന് അറിയുവാനായിട്ടിടയായി തീരുന്നില്ല. സ്തോത്രം. എന്നാൽ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞപ്പോൾ അവൾ തിരിഞ്ഞിട്ട് എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട് എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു അവളോട് പറയാണ് മറിയേ എന്ന് വിളിക്കുവാനായിട്ട് തീർന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെ അറിയുന്ന, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന, നമ്മുടെ വേദനകളെ അറിയുന്ന, നമ്മുടെ വിഷമങ്ങളെ അറിയുന്ന, നമ്മുടെ വിഷാദത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഈ ലോകത്തിൽ ആരും നിന്റെ വിഷമം അറിഞ്ഞില്ലെന്ന് വരാം, ആരും നിന്റെ സങ്കടം അറിഞ്ഞില്ലെന്ന് വരാം, ആരും നിന്റെ പ്രയാസം അറിഞ്ഞില്ലെന്ന് വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വേദനകളെ അറിയുന്ന, നമ്മുടെ വിഷമങ്ങളെ അറിയുന്ന, നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന, നമ്മുടെ രോഗങ്ങളെ അറിയുന്ന, നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകളെ അറിയുന്ന ഒരേ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ നീയും സേവിക്കുന്നത്. അവൻ അത്ഭുതമന്ത്രിയാണ്, ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. ആധിപത്യം അവന്റെ തോളിലുണ്ട്. ഓ ഹല്ലേലൂയ. സകലാധിപത്യത്തെയും തകർക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ആ യേശു നമ്മെ അറിയുന്നവനാണ്. അവൻ നമ്മുടെ വിഷമങ്ങളെ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അവനെ അറിയുവാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ള സഹോദര സഹോദരി, പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലെ, പ്രിയ മാതാവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്ത് മറ്റാരും നമ്മളെ അറിഞ്ഞില്ലെങ്കിലും നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നീ മുറുകെ പിടിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നീ വിഷാദിക്കേണ്ട ആവശ്യമില്ല, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ അറിയുന്നവൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം രോഗങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ഒരുപക്ഷെ ഹല്ലേലൂയ തളർന്നു പോകേണ്ട അവസ്ഥകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇനി മണിക്കൂർ വിളിച്ചു പറയട്ടെ, നമ്മളെ അറിയുന്ന, നമ്മളെ നന്നായി അറിയുന്നവൻ നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം.